ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമങ്ങളും തീരുമാനങ്ങളുമൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാഷ്ട്രീയ ഭരണത്തെക്കുറിച്ചാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, എന്താണ് ഈ ഗവൺമെന്റ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ. ശരി, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് നമ്മളെല്ലാവരും ഇടയ്ക്കെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും അല്ലേ? റോഡിലെ ട്രാഫിക് നിയമങ്ങൾ തൊട്ട് രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക നയങ്ങൾ വരെ നമ്മുടെയൊക്കെ ജീവിതത്തെ ഓരോ നിമിഷവും സ്വാധീനിക്കുന്ന ഈ നിയമങ്ങൾക്ക് പിന്നിൽ ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഗവൺമെന്റ്? എന്തിനാണ് മനുഷ്യർക്ക് ഇങ്ങനൊരു സംവിധാനം വേണ്ടി വന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു സമൂഹം മൊത്തത്തില് പ്രശ്നങ്ങളില്ലാതെ ഒരു അരാജകത്വത്തിലേക്ക് പോകാതെ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഗവൺമെന്റ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ക്രമം, സുരക്ഷ, സ്ഥിരത. ഇത് മൂന്നും ഉറപ്പാക്കാനായിട്ട് ഗവൺമെന്റുകൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അത് എല്ലാവരും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ ഗവൺമെന്റിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലാട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ പറഞ്ഞൊരു കാര്യമാണിത്. ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നീതിയും പിന്നെ ആ സമൂഹത്തിലെ എല്ലാവരുടെയും നന്മയുമായിരിക്കണമെന്ന്. അപ്പോ ഇത് വെറുതെ നിയമം നടപ്പാക്കൽ മാത്രമല്ല, ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ ഈ ആശയത്തെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് എന്നത് ജനങ്ങളെ വെറുതെ ജീവിച്ചു പോകാൻ സഹായിക്കുക എന്നതിലുപരി അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും ഒരു നല്ല ജീവിതം നയിക്കാനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. ഇത് ഗവൺമെന്റിന്റെ റോളിന് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരർത്ഥം നൽകുന്നു, അല്ലേ? ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? അതിന്റെ പിന്നിലെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒരു കമ്പ്യൂട്ടറിന് അതിന്റെ സോഫ്റ്റ്വെയർ എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ ഗവൺമെന്റിനെ സുഗമമായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. ഈ 4 തത്വങ്ങളും ഒന്നും മറ്റൊന്നുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ജനങ്ങൾ തന്നെ ഭരണത്തെ ശരിയാണെന്ന് അംഗീകരിക്കുമ്പോൾ നിയമസാധുതയുണ്ടാകുന്നു. പിന്നെ ഭരണാധികാരിയായാലും സാധാരണക്കാരനായാലും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് നിയമവാഴ്ച ഉറപ്പാക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നു എന്ന് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമ്പോൾ അധികാരം ആരും ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നു. ഈ 4 തൂണുകളാണ് ഒരു നല്ല ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് എന്ന് പറയാം. ഗവൺമെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ കണ്ടു. ഇനി ലോകത്തുള്ള ഗവൺമെന്റുകളെ അവയുടെ ഘടനയനുസരിച്ച് പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കാം. ആരാണ് ഭരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ തരംതിരിവ്. ആദ്യത്തെ വിഭാഗം ഒരാളുടെ ഭരണം. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇവിടെ എല്ലാ അധികാരവും ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. ഇതിന്റെ ഏറ്റവും പരിചിതമായ രൂപങ്ങളാണ് രാജവാഴ്ചയും ഏകാധിപത്യവും. ഈ രാജവാഴ്ചയിൽ തന്നെ 2 പ്രധാന വ്യത്യാസങ്ങളുണ്ട്. കേവല രാജവാഴ്ചയിൽ സൗദി അറേബ്യയിലൊക്കെ കാണുന്നതുപോലെ രാജാവിന്റെ വാക്കാണ് അവസാന വാക്ക്. പക്ഷെ ഭരണഘടനാപരമായ രാജവാഴ്ചയിൽ, ഉദാഹരണത്തിന് ബ്രിട്ടനിലൊക്കെ, രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഒരു ആലങ്കാരിക പദവി മാത്രമാണ്. യഥാർത്ഥ അധികാരം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അടുത്തതാണ് കുറച്ചുപേരുടെ ഭരണം അല്ലെങ്കിൽ ഒലിഗാർക്കി. ഇവിടെ അധികാരം ഒരു ചെറിയ ഗ്രൂപ്പിന്റെ കയ്യിലായിരിക്കും. അത് ചിലപ്പോൾ വലിയ പണക്കാരാകാം അല്ലെങ്കിൽ സൈനിക മേധാവികളാകാം. പലപ്പോഴും ഇത്തരം ഭരണം സാധാരണക്കാരുടെ താൽപ്പര്യങ്ങൾ നോക്കാതെ ആ ചെറിയ ഗ്രൂപ്പിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുക. മൂന്നാമത്തേതും ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രചാരമുള്ളതുമായ രൂപമാണ് ജനങ്ങളുടെ ഭരണം അഥവാ ജനാധിപത്യം. ഇവിടെയാണ് നമ്മൾ, അതായത് സാധാരണ ജനങ്ങൾ, ഹീറോസാകുന്നത്. ആത്യന്തികമായ അധികാരം ജനങ്ങൾക്കാണ്. എബ്രഹാം ലിങ്കന്റെ ആ പ്രശസ്തമായ വാക്കുകൾ ഓർമ്മയില്ലേ? ജനങ്ങളാൽ, ജനങ്ങൾക്കു വേണ്ടി, ജനങ്ങൾ നടത്തുന്ന ഭരണം. ജനാധിപത്യത്തിലും 2 പ്രധാന രീതികളുണ്ട്. പുരാതന ഏതൻസിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ എല്ലാ ജനങ്ങളും ഒത്തുകൂടി ഓരോ നിയമത്തിലും നേരിട്ട് വോട്ട് ചെയ്യുന്നതാണ് പ്രത്യക്ഷ ജനാധിപത്യം. പക്ഷേ ഇന്ത്യയെപ്പോലെ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇത് നടക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പിന്തുടരുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. അതായത് നമുക്ക് വേണ്ടി സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നമ്മൾ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്നു. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ആരാണ് ഭരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ഭരണകൂടങ്ങളെ പ്രധാനമായും 3 തിരിക്കാം.
ഒരാളുടെ ഭരണം, കുറച്ചുപേരുടെ ഭരണം, പിന്നെ ജനങ്ങളുടെ ഭരണം. ഓരോന്നിനും അതിൻ്റേതായ ഉദാഹരണങ്ങളും കാണാം. ഇതുവരെ നമ്മൾ ഗവൺമെന്റിന്റെ പലതരം തിയറികളും ഘടനകളെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇനി കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ഒരു ഗവൺമെന്റ് യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുന്നിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനം എന്ന് പറയുന്നത് ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് പ്രധാനമായും കടന്നുപോകുന്നത്. ആദ്യം നിയമങ്ങളുണ്ടാക്കുന്നു, പിന്നീട് സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നു, അതിനാവശ്യമായ പണം ബഡ്ജറ്റിൽ നീക്കിവെക്കുന്നു, അവസാനം ആ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നു. ഇതൊരു സൈക്കിൾ പോലെയാണ്, ഒന്ന് മറ്റൊന്നിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ പ്രക്രിയയൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിയമസഭ, എക്സിക്യൂട്ടീവ്, കോടതികൾ പോലെയുള്ള സ്ഥാപനങ്ങൾ, പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സാമൂഹിക സംഘടനകൾ, ഇവരൊക്കെ തമ്മിലുള്ള ഒരു നിരന്തരമായ കൊടുക്കൽ വാങ്ങലാണ് ഭരണം എന്ന് പറയുന്നത്. ഇതിനിടയിൽ അഴിമതി, രാഷ്ട്രീയാസ്ഥിരത തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികളെയും നേരിടേണ്ടി വരും. അപ്പോ ഒരു ഗവൺമെന്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ഒരു ഭരണത്തെ നല്ല ഭരണം എന്ന് വിളിക്കാൻ സഹായിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. നേരത്തെ നമ്മൾ കണ്ട 4 അടിസ്ഥാന തത്വങ്ങൾ ഒരു ഭരണകൂടത്തിന്റെ അടിത്തറയാണെങ്കിൽ, ഈ 7 സൂചകങ്ങൾ ആ കെട്ടിടം എത്രത്തോളം ബലമുള്ളതാണെന്ന് അളക്കാനുള്ള ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ്. ജനങ്ങളുടെ പങ്കാളിത്വം, നിയമവാഴ്ച, സുതാര്യത, ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ്, എല്ലാവർക്കും തുല്യനീതി, കാര്യക്ഷമത, ഉത്തരവാദിത്വം, ഇവയെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു ഗവൺമെന്റ് ശരിക്കും ജനങ്ങളുടേതായി മാറുന്നത്. നമ്മളിന്ന് ഗവൺമെന്റിന്റെ ആശയങ്ങളെയും പ്രയോഗങ്ങളെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പോകുന്നതിനു മുമ്പ് ഒരു ചോദ്യം മാത്രം. നമ്മൾ ചർച്ച ചെയ്ത ഈ തത്വങ്ങളിൽ ഏതിനാണ് നിങ്ങളുടെ ജീവിതത്തിലും സമൂഹത്തിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ നല്ല പൗരന്മാരാകാൻ സഹായിക്കും. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.